കിഫ്ബി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ചട്ടലംഘനത്തിൽ മുൻ ധനമന്ത്രിക്കും നേരിട്ട് പങ്ക് നേടി. ഇരുവർക്കും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല. കിഫ്ബി ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മസാല ബോണ്ട് ഇറക്കാൻ നേതൃത്വം നൽകിയത്. ഇഡി ഫയൽ ചെയ്ത കംപ്ലയിന്റിലാണ് കിഫ്ബി ചെയർമാനായ മുഖ്യമന്ത്രിയുടെയും വൈസ് ചെയർമാനായ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെയും പങ്കാളിത്തം വ്യക്തമാകുന്നത്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, പറയൂ വിശദാംശങ്ങൾ. രേഷ്മയിലേക്ക് എത്താം. കിഫ്ബി ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ചട്ടലംഘനത്തിൽ മുൻ ധനമന്ത്രിക്കും നേരിട്ട് പങ്കുണ്ടെന്ന് ഇഡി. ഇരുവർക്കും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല എന്നാണ് ഇഡി കണ്ടെത്തിയിരിക്കുന്നത്. രേഷ്മ, പറയൂ. മസാല ബോണ്ട് സമാഹരിച്ചതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം തന്നെ തോമസ് ഐസക്കിനും നേരത്തെ തന്നെ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഇഡി അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റി നോട്ടീസ്, കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തു വന്നത്. അതിനിടയിൽ തന്നെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും തോമസ് ഐസക്കിനും എത്രത്തോളം ഈ മസാല ബോണ്ട് ഇറക്കുന്നതിലെ തീരുമാനമെടുക്കുന്നതിൽ പങ്കുണ്ട് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇഡിയുടെ റിപ്പോർട്ടുണ്ട്. അതായത് ഇഡി വിശദമായിട്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് ഡൽഹിയിലെ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയിട്ടുള്ളത്. ആ റിപ്പോർട്ടിൽ പറയുന്നത് കിഫ്ബിയുടെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ, വൈസ് ചെയർമാനായിട്ടുള്ള തോമസ് ഐസക്, ഇരുവരും കൂട്ടായ ഒരു തീരുമാനത്തിലൂടെ തന്നെയാണ് ഈ മസാല ബോണ്ട് ഇറക്കണമെന്നുള്ള ഒരു നടപടിയിലേക്ക് എത്തിയത്. അതിന്റെ തുടർ നടപടികളിലും കൃത്യമായിട്ടുള്ള പങ്കാളിത്തം പിണറായി വിജയന്റെ ഭാഗത്തുനിന്നും തോമസ് ഐസക്കിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇഡിയുടെ കണ്ടെത്തൽ. എന്തായാലും നേരത്തെ തന്നെ ഇഡിയുടെ, അതായത് ഈ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക് ഇഡിയുടെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ അടക്കം ഒരു ഹർജി നൽകിയിരുന്നു. ആ ഹർജി സമർപ്പിച്ച സമയത്ത് ഇഡി അതിൽ മറുപടി സത്യവാങ്മൂലം ഫയൽ ചെയ്ത സമയത്തും ഈ തോമസ് ഐസക്കിനെതിരായിട്ടുള്ളയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ളതുമായ ചില കണ്ടെത്തലുകൾ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. അതായത് 2019 ജനുവരി 17 ഈ മസാല ബോണ്ട് ഇറക്കണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം എത്തിച്ചേരുന്നത്. പിന്നീട് മാർച്ച് മാസത്തിൽ ഈ മസാല ബോണ്ട് ഇറക്കിക്കൊണ്ട് ഏകദേശം 2150 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തു. ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്നതിന് നേതൃത്വം വഹിച്ചത് മുഖ്യമന്ത്രി തന്നെയാണെന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. അത് മാത്രവുമല്ല, പിന്നീട് ഇങ്ങോട്ട് ഈ മസാല ബോണ്ടിലെ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇഡി അന്വേഷണം നടത്തുന്ന സമയത്തൊന്നും തന്നെ അന്നത്തെ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക് അന്വേഷണവുമായിട്ട് സഹകരിച്ചിരുന്നില്ല. ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇഡിയുടെ അന്വേഷണ സംഘം റിപ്പോർട്ടായിട്ട് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയിട്ടുള്ളത്. സാധാരണ രീതിയിൽ ഈ വിദേശത്ത് നിന്നും ഒരു വായ്പ സ്വീകരിക്കുന്ന സമയത്ത് അത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അത് വിദേശ നാണയ വിനിമയ ചട്ടത്തിന്റെ ലംഘനമാണ്, അതായത് ഫെമയുടെ നിയമലംഘനമാണ്. ആ ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഈ നടപടികൾ അത് അനുചിതമെന്നുള്ള ഒരു കണ്ടെത്തലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണമായിരുന്നു ഇഡി ഹൈക്കോടതിയിലടക്കം സമർപ്പിച്ചത്. ഹൈക്കോടതിയിൽ ഇഡി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. തോമസ് ഐസക് ഈ അന്വേഷണം തടസ്സപ്പെടുത്താനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്നായിരുന്നു ഇഡിയുടെ ആ ഒരു നിലപാട്. പിന്നീട് ഹൈക്കോടതി തന്നെയാണ് തോമസ് ഐസക്കിന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ തന്നെ ഇഡിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നുള്ള അനുമതി നൽകുന്നത്. മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ കൂടി ഇഡിയുടെ റിപ്പോർട്ടിലുണ്ട്. അതായത് ഈ ഫെമ നിയമം ലംഘിച്ചുകൊണ്ട് ഈ പണം ഉപയോഗിച്ചത് ഭൂമി വാങ്ങുവാൻ വേണ്ടിയിട്ടാണ്. ചട്ടം ലംഘിച്ചുകൊണ്ട് ഏകദേശം 5000 ഏക്കർ ഭൂമിയാണ് 27 പദ്ധതികൾക്കുമായിട്ട് വിനിയോഗിച്ചിട്ടുള്ളത്. ഈ വിദേശ നാണയ വിനിമയ ചട്ടത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മറ്റ് കാര്യങ്ങൾക്കൊന്നും തന്നെ വിദേശത്ത് നിന്നും എടുത്ത വായ്പ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. പക്ഷേ 466.96 കോടി രൂപയാണ് ഈ ഭൂമി വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ മസാല ബോണ്ട് ഇറക്കിയ വകയിൽ സമാഹരിച്ച പണം ഉപയോഗിച്ചിട്ടുള്ളത്. എന്തായാലും അപ്പാടെ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ഇഡിയുടെ റിപ്പോർട്ടിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് CAGയുടെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണത്തിലേക്ക് കടക്കുന്നത്. അതായത് CAG കണ്ടെത്തിയത് മസാല ബോണ്ട് ഇറക്കിയതിൽ നിയമലംഘനം ഉണ്ടായിട്ടുണ്ട്, വിദേശ നാണയ ചട്ടത്തിന്റെ ലംഘനം ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, ക്രമക്കേട് വ്യാപകമായിട്ട് നടന്നിട്ടുണ്ട്. ഇതായിരുന്നു CAGയുടെ കണ്ടെത്തൽ. അതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് ഇഡിയുടെ അന്വേഷണം തുടർന്നത്. എന്തായാലും ഈ കാരണം കാണിക്കൽ നോട്ടീസിൽ മുൻ ധനമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്, അതോടൊപ്പം തന്നെ കിഫ്ബിയുടെ CEO ആയിരുന്ന KM എബ്രഹാം, അതുകൂടാതെ തന്നെ ഈ കിഫ്ബിയുടെ ചെയർമാൻ ആയിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇവരൊക്കെ തന്നെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞേ മതിയാകും. ഒന്നുകിൽ നേരിട്ടല്ലാതെ അഭിഭാഷകൻ മുഖേന വാദിക്കാനും സാധിക്കും. എന്തായാലും അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപിൽ ഇഡി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് മുഖ്യമന്ത്രിക്കെതിരെയും തോമസ് ഐസക്കിനെതിരെയും ഉള്ളത്. രോഹിണി. ശരി, രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.